വെള്ളിയാഴ്ച മാർക്കറ്റ് വോളറ്റൈൽ ആണെങ്കിലും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. തുടക്കത്തിൽ ബേറിഷ് മൂവ്മെന്റ് കാണിച്ചെങ്കിലും പിന്നീട് ഒരു ബുൾ മൂവ്മെന്റ് ആയിരുന്നു. നിഫ്റ്റി ഏകദേശം 50 പോയിന്റ് ഉയർന്ന് 25,693-ൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 60,120-ൽ ക്ലോസ് ചെയ്തു. ഈ ആഴ്ചയിലെ പ്രധാന ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നമുക്ക് നോക്കാം. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, നൈക, സിജി പവർ എന്നിവ ശക്തമായ നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ഫലമായി മിഡ് ക്യാപ് സൂചിക ഏകദേശം 2% ഉയർന്നു. കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി എന്നിവ ഏകദേശം 6% ഉയർന്നു. ഇതിനു വിപരീതമായി ഐടി, ഡിഫൻസ് ഓഹരികളാണ് ഏറ്റവും പിന്നിലായത്. ദുർബലമായ ആഗോള സൂചനകളും തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദവും കാരണം 5 മുതൽ 7% ഇടിഞ്ഞു. നിഫ്റ്റി ഓഹരികളിൽ പവർ ഗ്രിഡ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, മാക്സ് ഹെൽത്ത് കെയർ, ട്രെൻഡ് എന്നിവ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, TCS, BL എന്നിവ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കി.